ശ്രീമാത്രേ നമഃ. ശ്ലോകം 3. സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. സർവാലങ്കാരയുക്താം, ദേവി വിവിധങ്ങളായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് സർവ അലങ്കാരത്തോടെയുമാണിരിക്കുന്നത്. പ്രതീകാത്മകമായി ചിന്തിച്ചാൽ ആടയാഭരണങ്ങൾ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ എന്നാൽ ദൈവികമായ ഗുണങ്ങൾ എന്നർത്ഥം. ശുദ്ധബോധം, സ്നേഹം, ക്ഷമ, സഹാനുഭൂതി എന്നിങ്ങനെ ഈ ഗുണങ്ങളാൽ സമ്പന്നമായവൾ ദേവി. സതതമഭയദാം, എല്ലാ ഭയങ്ങളിലും ആകുലതകളിലും നിന്നെല്ലാം സദാ രക്ഷിക്കുന്നവൾ. അഭയദാം, സംരക്ഷണം നൽകുന്നു എന്നർത്ഥം. ദേവി എല്ലായ്പ്പോഴും ഭക്തരെ അപകടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാവിധ ഭയത്തിൽ നിന്നും സദാ രക്ഷിക്കുന്നു. ഒന്നുകൂടി വിശദമാക്കിയാൽ, ജീവിത പ്രാരാബ്ദങ്ങളെയൊന്നും തന്നെ ഭയക്കേണ്ടതില്ല. നമ്മെ സദാ സംരക്ഷിച്ചു നിർത്തുന്ന, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ഡിവൈൻ പവർ നമ്മളോടൊപ്പം ഉണ്ടെന്ന ഉറച്ച വിശ്വാസം, അതാണ് ഈ ദേവി. ഭക്തനമ്രാം, വിനയത്തോടെയും ആത്മാർത്ഥതയോടെയും നമിക്കുന്ന ഭക്തജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ. ഒരു ദൈവിക ശക്തി എപ്പോഴും നമ്മളെ നയിക്കുവാനും സംരക്ഷിക്കുവാനും ഉണ്ടെന്നുള്ള തികഞ്ഞ ബോധത്തോടെ, സമർപ്പണ മനോഭാവത്തോടെ നമ്മുടെ ഈഗോ എല്ലാം മാറ്റിവെച്ച് നമുക്ക് ആത്മീയമായി ഉയരാം. ഭവാനിയും, സൃഷ്ടിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മാതാവ്. ഭവ എന്നാൽ ശിവൻ, ഭവാനി ശക്തി. ശിവനും ശക്തിയും വേർതിരിക്കാനാവാത്തതാണ് ശിവശക്തി. ഭവാനിയെ ധ്യാനിക്കുന്നത് വളരെ ശക്തമായ ഒരു സാധനയാണ്. ദേവി നമുക്ക് പ്രവർത്തിക്കാനുള്ള ധൈര്യം, കരുത്ത് ഇവ പ്രദാനം ചെയ്യുന്നത് കൂടാതെ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കാനും സഹായിക്കുന്നു. ശ്രീവിദ്യാം, ദേവി ശുദ്ധ വിദ്യയുടെ സാക്ഷാത്കാരമാണ്. ശ്രീവിദ്യ എന്നത് ആ ദേവിയെ ആഴത്തിൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു സാധനാ സംഗീതമാണ്. ദേവിയെ ധ്യാനിക്കുന്നതിലൂടെ ആത്മീയ പാതയിലൂടെ നമ്മുടെ ജീവിതത്തെയും നമ്മളെ തന്നെയും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ശാന്തമൂർത്തിം, ശാന്തസ്വരൂപിണിയാണ് ദേവി. ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന അവസ്ഥയിലും സമാധാനവും ശാന്തതയും ഒരുമിച്ച് നിലനിർത്താൻ ദേവീ സാധന നമ്മെ പ്രാപ്തരാക്കുന്നു. സകല സുരനുതാം, എല്ലാ ദേവീ ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. സർവസമ്പത് പ്രദാത്രീം, എല്ലാ തരത്തിലുള്ള സമ്പത്തും അഭിവൃദ്ധിയും